ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും സംബന്ധിച്ചിടത്തോളം പുതുവർഷം അത്ര ശുഭകരമായ വാർത്തയല്ല കൊണ്ടുവന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ ഭൂരിഭാഗം സർക്കാർ ജീവനക്കാർക്കും ഡിസംബർ മാസത്തെ ശമ്പളം കൃത്യസമയത്ത് ലഭിക്കില്ലെന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ്. സാധാരണയായി മാസത്തിന്റെ 1-ാം തീയതി തന്നെ ശമ്പളം ലഭിക്കുന്നത് പതിവാണെങ്കിലും സാങ്കേതികവും ഭരണപരവുമായ കാരണങ്ങളാൽ വിതരണം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രീമിയം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനവും പിന്നീട് അത് പിൻവലിച്ചതുമാണ് ഈ വലിയ പ്രതിസന്ധിക്ക് ആധാരമായത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്. ഇതിന്റെ 1-ാം ഘട്ടം 2024 ഡിസംബർ 31 അവസാനിക്കേണ്ടതായിരുന്നു. 2-ാം ഘട്ടം ജനുവരി 1 മുതൽ ആരംഭിക്കാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. 2-ാം ഘട്ടത്തിൽ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പ്രതിമാസ പ്രീമിയം തുക 500 രൂപയിൽ നിന്നും 810 രൂപയായി ഉയർത്താൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ഡിസംബർ മാസത്തെ ശമ്പള ബില്ലുകൾ തയ്യാറാക്കിയത് 810 രൂപ പ്രീമിയം തുക പിടിച്ചുകൊണ്ടായിരുന്നു. പുതുവർഷത്തിൽ കൃത്യസമയത്ത് ശമ്പളം വിതരണം ചെയ്യണമെന്ന ലക്ഷ്യത്തോടെ ഒരാഴ്ച മുമ്പേ തന്നെ മിക്ക വകുപ്പുകളും ബില്ലുകൾ തയ്യാറാക്കി ട്രഷറികളിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഡിസംബർ അവസാന വാരം അപ്രതീക്ഷിതമായി സർക്കാർ ഈ തീരുമാനത്തിൽ മാറ്റം വരുത്തി. മെഡിസെപ് 2-ാം ഘട്ടം നടപ്പാക്കുന്നതിലെ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 1-ാം ഘട്ടം 2025 ജനുവരി 31 വരെ നീട്ടാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇതോടെ ജനുവരിയിലെ ശമ്പളത്തിൽ നിന്നും പഴയ നിരക്കായ 500 രൂപ ഈടാക്കിയാൽ മതിയെന്ന നിർദ്ദേശം ചൊവ്വാഴ്ച വൈകിട്ടോടെ ധനവകുപ്പിൽ നിന്നും പുറത്തു വന്നു. ഫെബ്രുവരി മാസത്തെ ശമ്പളം മുതൽ മാത്രമേ പുതുക്കിയ 810 രൂപ നിരക്ക് ബാധകമാകൂ എന്ന് പുതിയ ഉത്തരവ് വ്യക്തമാക്കി. ഈ നിർദ്ദേശം വന്നതോടെ അതുവരെ ട്രഷറികളിലെത്തിയ 10,000-കണക്കിന് ബില്ലുകൾ സാങ്കേതികമായി തെറ്റാണെന്ന് വരികയും അവയെല്ലാം ട്രഷറികൾ കൂട്ടത്തോടെ മടക്കി അയക്കുകയും ചെയ്തു. ട്രഷറിയിൽ നിന്നും മടങ്ങിയ ബില്ലുകൾ ഓഫീസുകളിലെത്തി അവ റദ്ദാക്കി പുതിയ ബില്ലുകൾ തയ്യാറാക്കുന്നത് വളരെ സങ്കീർണമായ പ്രക്രിയയാണ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനായി ഉപയോഗിക്കുന്ന സ്പാർക്ക് എന്ന സോഫ്റ്റ്വെയർ സംവിധാനം കടുത്ത സമ്മർദ്ദത്തിലായി. സംസ്ഥാനത്തെ എല്ലാ ഓഫീസുകളും ഒരേ സമയം പുതിയ ബില്ലുകൾ ജനറേറ്റ് ചെയ്യാൻ ശ്രമിച്ചതോടെ സ്പാർക്ക് സെർവറുകളുടെ വേഗത ക്രമാതീതമായി കുറഞ്ഞു. സാധാരണ മിനിറ്റുകൾക്കുള്ളിൽ തീരേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഇപ്പോൾ 10 മുതൽ 12 മണിക്കൂർ വരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. പല ഓഫീസുകളിലും രാത്രി വൈകിയും ഉദ്യോഗസ്ഥർ ബില്ലുകൾ ശരിയാക്കാൻ ശ്രമിച്ചെങ്കിലും സ്പാർക്കിന്റെ മെല്ലെപ്പോക്ക് വലിയ തടസ്സമായി മാറി. ഡിസംബറിലെ അവസാന പ്രവൃത്തി ദിവസം വരെയും പല പ്രമുഖ വകുപ്പുകളിലും ബില്ലുകൾ ട്രഷറികളിൽ സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇതിനിടയിലാണ് ചില ദിവസങ്ങൾ നൽകുന്ന വെല്ലുവിളി. ജനുവരി 2-ാം തീയതി വെള്ളിയാഴ്ച മന്ദം ജയന്തി പ്രമാണിച്ച് സംസ്ഥാനത്ത് പൊതു അവധിയായതിനാൽ ട്രഷറികൾ പ്രവർത്തിക്കില്ല. 1-ാം തീയതി ശമ്പളം ലഭിക്കാത്തവർക്ക് അടുത്ത ബാങ്കിംഗ് പ്രവൃത്തി ദിവസമായ ശനിയാഴ്ച മാത്രമേ ഇനി ശമ്പളം ലഭിക്കാൻ സാധ്യതയുള്ളൂ. എന്നാൽ സ്പാർക്കിലെ തിരക്ക് തുടരുകയാണെങ്കിൽ പല വകുപ്പുകളിലും ജീവനക്കാർക്ക് അടുത്ത ആഴ്ചയിലേക്ക് ശമ്പളം നീണ്ടുപോയേക്കാം. ഇത് ജീവനക്കാരുടെ ലോൺ തിരിച്ചടവുകളെയും മാസ ബഡ്ജറ്റിനെയും കാര്യമായി ബാധിക്കും. മെഡിസെപ് പദ്ധതി 1 മാസം കൂടി നീട്ടിയതോടെ സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യതയും ഉണ്ടായിട്ടുണ്ട്. 1 മാസത്തെ സർക്കാർ വിഹിതമായി 61.14 കോടി രൂപ സർക്കാർ അധികമായി അനുവദിച്ചു. എന്നാൽ ഇത്രയും വലിയൊരു സാമ്പത്തിക ക്രമീകരണം നടത്തുമ്പോൾ കാണിക്കേണ്ടിയിരുന്ന മുൻകരുതൽ ഭരണതലത്തിൽ ഉണ്ടായില്ല എന്ന ആക്ഷേപം ജീവനക്കാരുടെ ഇടയിലുണ്ട്. പദ്ധതി നീട്ടാനുള്ള തീരുമാനം നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഒഴിവാക്കാമായിരുന്നു. സംസ്ഥാനത്തെ ഭരണ നിയന്ത്രണത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആധാരമായ ശമ്പള വിതരണ സംവിധാനം ഇത്തരത്തിൽ താളം തെറ്റുന്നത് ഭരണപരമായ വീഴ്ചയാണ് വിലയിരുത്തപ്പെടുന്നത്. ഡിജിറ്റൽ സംവിധാനങ്ങൾ നിലവിലുണ്ടായിട്ടും അവസാന നിമിഷത്തെ ഉത്തരവുകൾ എങ്ങനെ ഒരു വലിയ സംവിധാനത്തെ സ്തംഭിപ്പിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ സംഭവം. പുതുവർഷത്തിന്റെ സന്തോഷത്തിനിടയിൽ ശമ്പളം വൈകുന്നത് സാധാരണക്കാരായ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. വരും ദിവസങ്ങളിൽ സ്പാർക്ക് സംവിധാനം പൂർണ്ണസജ്ജമാകുകയും ട്രഷറികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ബില്ലുകൾ മാറുകയും ചെയ്താൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകൂ.